narrated by Bafika. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ സബ്ജിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഒക്കെ കൂട്ടാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ ആലോചിച്ചിരിക്കുന്ന നേരം കൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതും ചെയ്യാം. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്താള്. അപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് ചാടുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഫോളോ മീ. രണ്ട് പൊട്ടാറ്റോ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിന് അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചു. ഇനി നമുക്കൊരു വെള്ളിയുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ബാക്കി മസാലാസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ എന്താ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്, കുക്കർ വെച്ചിട്ട്. ഇനി നമുക്ക് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി വന്നാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഉള്ളി ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി വന്ന ഓയിലിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ തന്നെ വേണം കേട്ടോ. സബ്ജിക്ക് ഓയിൽ തന്നെയാണ് ടേസ്റ്റ്. ഓരോന്നിനും ഓരോതാണ്. നാടനാകുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, പച്ചമണം മാറുന്ന വരെ. കുറച്ച് വാടി വന്നാൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. മുളക് പൊടി ഇടുന്നത് കാണിക്കാൻ മറന്നുപോയി. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ്, അതായത് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെയാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ നന്നായി ഇനി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ, അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞ് വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം കേട്ടോ. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം കുക്കറിൻ്റെ മൂടിയിടാം. ഇനി നമുക്കൊന്ന് വിസിൽ വരുത്താം. ആദ്യം ഞാൻ വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യം, അതായത് കറക്റ്റ് 1 വിസിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മല്ലിച്ചപ്പും കസൂരി മേത്തിയും കൂടി ഇടാനേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ അതാ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായി ഒന്ന് ഉടയണം, അതായത് ജസ്റ്റ് ഒന്ന് പീസായാൽ മതി. അതൊന്ന് ഉടയുമ്പോഴാണ് ആ പൊട്ടാറ്റോൻ്റെ ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കസൂരി മേത്തിയും ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ ഓൺ ആക്കിയത് ഇതും നമുക്ക് ഈ പൊട്ടാറ്റോ, അതായത് ഈ കറിയിലേക്കൊന്ന് ടേസ്റ്റ് പിടിക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കസൂരി മേത്തീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ.